ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മത്തനും വൻപയറും വെച്ചിട്ടൊരു എരിശ്ശേരി തയ്യാറാക്കിയിട്ടുള്ളതാണ്. നമ്മൾ സദ്യയുടെ കൂടെയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ചോറിൻ്റെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വൻപയർ ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1 മണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തി വെച്ചതാണ്. ഇത് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടും. നമ്മൾ വെള്ളത്തിലിടാതെ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മത്തൻ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉൾവശത്തെ കുരു ഒക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ തൊലി കളയാതെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലി കുറച്ച് മൂത്തതായതുകൊണ്ടാണ് ഞാൻ കളയണത്. മൂപ്പ് കുറവാണെങ്കിൽ നമുക്ക് തൊലി എടുക്കാൻ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്ര ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊക്കെ വലുതാക്കാം. ഇനി നമ്മൾ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളത്തിലിട്ട് വെക്കാത്ത പയറാണെങ്കിൽ ആദ്യം നമ്മൾ പയർ വേവിച്ചെടുക്കുക, എന്നിട്ട് പിന്നെ മത്തൻ ചേർക്കാൻ പറ്റുള്ളൂ. ഇത് വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ടാണ് മത്തനും പയറും ഒപ്പം ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു പീസ് മത്തനാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ, ചിലർക്ക് മത്തൻ കൂടുതൽ ഇടേണ്ടി വരും, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കുറച്ചൊക്കെ വലിയ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ടൈമിൽ. ഇനി അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നമുക്ക് ഈ ഒരു പയറും മത്തനും മൂടിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് കറിയുടെ പോലെ ആവും. നമുക്ക് കറിയുടെ അത്ര തന്നെ വേണ്ട, നമുക്ക് കുറച്ച് വെള്ളം കുറഞ്ഞ രീതിയിലാണ് ഇത് കിട്ടേണ്ടത്. എരിശ്ശേരിയൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണല്ലോ, അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടുപ്പിച്ച്, അത്ര മാത്രം മതി. അപ്പോഴേക്കും നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇനി മത്തനും പയറൊക്കെ വെന്ത് വരുന്ന ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 3 ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണിത്, അപ്പോൾ 2 പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വിസിലടിച്ചപ്പോഴേക്കും നമ്മുടെ മത്തനും പയറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം കുറച്ചുണ്ടെങ്കിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതിൽ കുറച്ചുണ്ട്, അപ്പോൾ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി വേറെ രീതിയിൽ ഉണ്ടാക്കും എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് കടുക് താളിച്ചെടുക്കണം. ഇനി ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മത്തനും പയറും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കണക്കിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, കണ്ടോ. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. കറിവേപ്പില നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമല്ല. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള മത്തനും പയറും വെച്ചിട്ടുള്ള എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇനി ഓണക്കല്ലേ വരുന്നത്, ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.